ഈശ്വരാ. വൈകുന്നേരം സ്കൂളിൽ വിട്ട് വന്ന് കളിക്കാനാണെന്ന് പറഞ്ഞ് സൈക്കിളുമായിട്ട് പോയ രണ്ടെണ്ണം കൂടെ ഒരു പൊട്ട് ചക്കയായിട്ടാണ് വന്നത്. കൊണ്ടുവന്ന് എന്റെ കൈ തന്നിട്ട് പറഞ്ഞ എന്നാ അമ്മ ആഞ്ഞിലി ചക്കയെ തന്നു. ഈ കുഞ്ഞി ചക്ക കണ്ട് ആഞ്ഞിലി ചക്കയാണെന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചതാ. അത് ഇവന്മാർക്ക് കുടിഞ്ഞു പോരും. പറഞ്ഞിട്ടില്ലേ നമ്മുടെ ഇവിടെ ചക്കയൊക്കെ പിടിച്ചിട്ടാൻ ഭയങ്കര പാടാട്ടോ. പണ്ട് ഞാൻ അടുത്ത വീട്ടിലെ വിലാസിനിയമ്മ പറയായിരുന്നു കൊച്ചവൻ ശപിച്ച മണ്ണാണെന്നോ അങ്ങനെ എന്തൊക്കെയോ കഥകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴാണ് ഈ കുരിപ്പോൾ എന്ന് ഇത്രയായ ചക്ക പോയി വലിച്ചു പറിച്ചോണ്ട് വന്നത്. ഇതിനി എടുത്തോട് തിരിച്ചു വെക്കാനോ കളയാനോ പറ്റത്തോട് ഞാൻ പിന്നെ ഇതെല്ലാം കൂടെ അരിഞ്ഞ് ഇടിച്ചൊക്കെ തോര വെക്കാന്ന് വിചാരിച്ചു. നല്ലോണം എണ്ണ കയ്യിൽ തേച്ചിട്ടാണ് ഞാൻ മുള്ളു ചെത്തി തുടങ്ങിയത്. പക്ഷെ എല്ലാം ചെത്തി കഴിഞ്ഞപ്പോഴും കൈ നിറച്ചും കറയായിരുന്നു കേട്ടോ. ഇപ്പൊ ഇങ്ങോട്ട് പറിച്ചുകൊണ്ട് വന്ന് തൊട്ട് പുറകെ മുറിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കുറെ സമയം ഇത് വെച്ചിട്ട് മുറിക്കുവാണെങ്കിൽ ഇത്രയധികം കറ വരത്തില്ല. അങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ആവിയിൽ വെച്ചിട്ട് പുഴുങ്ങാന്ന് ഞാൻ വിചാരിച്ചു. ഇങ്ങനെ ഇടിച്ചൊക്കെ തോരൻ വെച്ച് എനിക്ക് മുമ്പ് പരിചയമൊന്നും ഇല്ലാത്തത് കൊണ്ട് അമ്മയെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതുകൊണ്ട് ഞാൻ യൂട്യൂബിലാണ് നോക്കി കേട്ടോ. കുറെ 2-3 വീഡിയോസ് കണ്ടിട്ട് പിന്നെ എന്റെ സ്വന്തം തോരൻ വെക്കാനുള്ള അറിവും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ തോരൻ വെച്ചത് കേട്ടോ. കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി കുട്ടകം വെച്ചിട്ട് അതിന് വണ്ടക്കോട്ട് ഈ അരിഞ്ഞ ചക്ക കഷ്ണങ്ങളെല്ലാം വെച്ച് നന്നായിട്ട് ആവി കയറ്റി പുഴുങ്ങണം. ആവി കയറ്റി പുഴുങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് ഇത് വേവും കേട്ടോ. വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഇടിക്കലെടുത്തിട്ട് നന്നായിട്ട് ഇടിച്ചിടിച്ചിട്ട് തോരൻ വെക്കണം. അല്ല സോറി, ചതച്ചെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഇടിച്ച ചക്കയായിട്ട് മാറും. അങ്ങനെയാണ് ഇതിന് ഇടിച്ചക്ക എന്ന പേര് വന്നത്. ആയിരിക്കും കേട്ടോ. അപ്പം വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിന്റെ അരപ്പിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പച്ചമുളകും ഉള്ളിയും കൊച്ചുള്ളി എടുക്കണേ, തേങ്ങയും പിന്നെ ജീരകവും മഞ്ഞപ്പൊടി ഉപ്പും കൂടിയിട്ട് നന്നായി ചതച്ചിട്ട് ഇതിന്റെ കൂടുതൽ മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. എന്നിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് വറുത്തിട്ട് അതിനകത്തോട്ട് കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് ഉള്ളിയും നമുക്ക് കടുക് വറുക്കാൻ എന്തൊക്കെ സാധനം ഉണ്ടല്ലോ, എനിക്ക് കറിവേപ്പില അതിനകത്തോട്ട് ഒരു മുളക് കഷ്ണം മുളകും ഉള്ളിയും മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് ഇളക്കി പേട്ട് തത്തിപ്പൊത്തി വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് വേവിക്കുക. ഓൾറെഡി ചക്ക വെന്തയാണല്ലോ, പിന്നെ അരപ്പൊന്ന് പിടിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് വെള്ളമൊന്നും കോരി ഒഴിക്കണ്ട കേട്ടോ. അങ്ങനെ ചോറ് വിളമ്പി ഇടിച്ചക്ക തോരന്, മോര് കറി, പിന്നെ ഈ മീൻ നമ്മുടെ വഴകളി മീൻ കറി